ദിശ പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് പുറത്തു കൊണ്ടുവന്ന സ്കീമാണ് ദിശ, ഡിസൈനിങ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ്. എന്താണ് ദിശ? ഭാരതത്തിൽ 141 കോടി ജനങ്ങളുണ്ട്. ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 39A 14, 21 പ്രകാരം ഇവർക്കെല്ലാവർക്കും നിയമോപദേശം, നിയമസഹായം, നീതി ലഭിക്കേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഇതവർക്ക് ലഭിക്കുന്നുണ്ടോ? സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിരക്ഷരത, ഇതിനെക്കുറിച്ചുള്ള അജ്ഞത. പലപ്പോഴും ഇതുമൂലം ഇവർക്ക് ഈ പറയുന്ന നിയമം, ഉപദേശം അല്ലെങ്കിൽ സഹായം ലഭിക്കാറുള്ളതല്ല. ഇവിടെയാണ് ദിശയുടെ സിഗ്നിഫിക്കൻസ് ഉണ്ടാവുന്നത്. എന്താണ് ദിശ? നിയമോപദേശവും സഹായവും നൽകുന്ന സംരംഭങ്ങളെ രൂപീകരിക്കുക, ഏകീകരിക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 ഘടകങ്ങളാണുള്ളത്. 1, ടെലി നിയമങ്ങൾ, ടെലിഫോൺ വഴി നിയമത്തിനെക്കുറിച്ചുള്ള ഉപദേശം. 2, ന്യായബന്ധു, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമത്തിൻ്റെ സഹായം. 3, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം. ഈ പരിപാടി ദിശയുടെ ടോക്ക് ഷോ സംസാരിക്കുന്നത് 7 വിഷയങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പട്ടിക വിഭാഗക്കാർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ദീപക് ട്വിങ്കിൾ സനൽ, സോഷ്യൽ ആക്ടിവിസ്റ്റ് ധന്യാരാമൻ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമെന്ന് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കേണ്ട ഒരു 4 വിഷയമെന്ന് പറയുന്നത് ഇവരുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, സാമ്പത്തികം, ജീവിത നിലവാരം, അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തൊക്കെ വെല്ലുവിളികളാണ് ഇവർ നേരിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? അന്നും ഇന്നും ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യപരമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട തുല്യതയാണ്. മറ്റ് ഇന്ത്യയിലെ 141 കോടി ജനങ്ങളും ഒരുപോലെ പട്ടികജാതി വിഭാഗത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം സാമൂഹ്യപരമായിട്ടുള്ള അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരെ എത്ര നമ്മൾ പഠിച്ചാലും ജോലി നേടിയാലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരാദ്യം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജാതി പറഞ്ഞിട്ടായിരിക്കും. വിവേചനം. ആ വിവേചനം അന്നും ഇന്നും നിലനിൽക്കുന്നുള്ളതാണ്. പട്ടിണി നമുക്കത് മാറ്റാൻ പറ്റും, മറ്റെന്തും നമുക്ക് നേടാൻ പറ്റും. പക്ഷേ ഈ തുല്യത എന്ന് പറയുന്നത് നമ്മൾ കൂടെയുള്ള പൊതുസമൂഹം നമുക്ക് തരേണ്ടതാണ്. ഞങ്ങൾ ഒരുപാട് മാറി, പക്ഷേ ഞങ്ങളെ അംഗീകരിക്കാനായിട്ട് ഇപ്പോഴും സമൂഹത്തിന് സാധിക്കുന്നില്ല. വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും നേരിടുന്ന വെല്ലുവിളി. അതാണ് ഒരിക്കലും മാറ്റാനായിട്ട്, അത് ജനറ്റിക്കലി ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നാറ്. ഒരു സമൂഹം വളർന്നു വരുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ച് കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരുടെ മനസ്സിൽ ആ ജാതി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ആ വിവേചനം കാണിക്കണമെന്ന് തോന്നുന്നു. ഇത് സോഷ്യലി ഉള്ള ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. നമ്മൾ ഒന്ന് സെഗ്മെന്റ് വൈസ് പോയി കഴിഞ്ഞാൽ, അടിസ്ഥാന സൗകര്യം ഒരു കണക്കിലെടുത്തു കഴിഞ്ഞാൽ, ആ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചലഞ്ചസ് ഇവർക്ക് സംഭവിക്കുന്നുണ്ട്? ഇപ്പോൾ ചലഞ്ചസ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നാലും ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ മിഷനറീസും മാക്സിമം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ധന്യരാമനോട് ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് പറയുണ്ടായി, വിദ്യാഭ്യാസ മേഖലയിലെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് എത്ര ഉയരങ്ങളിലെത്താമോ അത്രയും ഉയരങ്ങളിലെത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എത്ര മുകളിലെത്തിയാൽ പോലും ഈ സാമൂഹ്യപരമായ വിവേചനം ഇപ്പോഴും പണ്ടത്തെ അത്ര ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ഇവരുടെ ഒരു ജീവിത നിലവാരം, അല്ലെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊഴിൽ തന്നെ എടുക്കാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഈ വെല്ലുവിളികൾ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്? ഇപ്പോൾ മാഡം കുറച്ചും കൂടെ ഇവരുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ആളായതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. തൊഴിൽപരമായി നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ ശ്രമം തുടങ്ങുന്നു. പലതരം രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ പദ്ധതികളൊക്കെ ഒരു വിഭാഗം
സോഷ്യലിയും ഫിനാൻഷ്യലിയും ഒക്കെ അവർ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഭൂരിഭാഗം ഇന്നും ഈ കോളനികളിലെ ജീവിതം എന്ന് പറയുന്നതാണ് ഒരു ദളിതാവസ്ഥയാണത്. 27,000 കോളനികളാണ് കേരളത്തിലുള്ളത്. ഒരു പക്ഷേ സ്റ്റേറ്റ് വിചാരിച്ചാൽ കുറച്ചും കൂടെ വൃത്തിയുള്ള ഭൂമി നൽകി കൂടുതൽ പേരെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കാമായിരുന്നു. അതുതന്നെയാണ് ആ കോളനി അവസ്ഥ തന്നെയാണ് ആൾക്കാരെ ഞങ്ങളെ നോക്കി എപ്പോഴും ഞങ്ങളെക്കുറിച്ച് എന്ത് പറയുമ്പോഴും അതിൻ്റെ മുമ്പിൽ കോളനി എന്നുള്ള വാക്ക് ചേർക്കും, ഇപ്പോഴും ചേർക്കും. വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ പോലും ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്ന വാക്ക് പോലും ഒരു സെക്ഷൽ പ്ലസ് കോളനി ഉപയോഗിച്ചിട്ടുള്ള കമൻറ്റുകളായിരിക്കും. അല്ല 2024 പക്ഷെ അപ്പോഴും മനുഷ്യർക്കൊട്ട് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വംശീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചാൽ പോലും അത് എത്തി നിൽക്കുന്ന രാഷ്ട്രീയത്തിലല്ല, തിരിച്ച് രാഷ്ട്രീയ മറുപടി അല്ലായിരിക്കും കിട്ടുക, അത് വംശീയമായിട്ടുള്ള രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ്, എത്രയോ ഭൂമി ഇവിടെയുണ്ട്, ഈ ഭൂമി പ്രശ്നം പരിഹരിക്കണം. 27,000 കോളനികൾ പറഞ്ഞാൽ പണ്ടുണ്ടാക്കിയ കോളനികളാണ്, അത് 4ാം തലമുറയായി. ഈ മനുഷ്യരൊക്കെ ഭൂമിയില്ലാതെ എങ്ങോട്ട് പോകും? അപ്പോൾ അത് തന്നെയാണ് അടുങ്ങി പോകുന്ന ജീവിതങ്ങൾ. പുതിയ ആൾക്കാർ ഭൂരഹിതരായിട്ടുള്ള 3 ലക്ഷം പേരെ കണ്ടെത്തി, കുറച്ച് പേർക്ക് ഭൂമി കൊടുത്തു. അപ്പോൾ സ്റ്റേറ്റ് നമുക്ക് വേണ്ടി ഭൂമി കണ്ടെത്തി തരുന്നുണ്ട്. അത് കോളനിക്ക് അടുത്തല്ല, ജനറൽ ആൾക്കാരുടെ ഇടയിൽ പോയി ഭൂമി വാങ്ങിച്ചോളാം ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ജനറൽ ആൾക്കാരുടെ ഇടയിൽ പോയി ഭൂമി വാങ്ങിച്ച് അവർ IAS പോലും അവനെ വംശീയതയിൽ നിന്ന് ഈ സമൂഹം മാറ്റി നിർത്തുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ എന്തൊക്കെ സഹായങ്ങൾ നൽകിയാലും സാമ്പത്തികമായിട്ടും എല്ലാം സ്റ്റേറ്റ് ഇത്തവണ ഞങ്ങൾക്ക് ഈ എങ്ങും ഇല്ലാത്ത കാലത്ത് രാധാകൃഷ്ണൻ മിനിസ്റ്ററുടെ കാലത്താണ് ഇപ്പോൾ 652 പേര് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ PhD എടുക്കാനായിട്ട്. ഒരു സ്റ്റേറ്റ് ഞങ്ങൾക്ക് 26 ലക്ഷം രൂപയാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. സർക്കാർ പൈസ സ്പെൻഡ് തുക എത്രയാണോ ഫീസ് അത് സ്വാശ്രയ കോളേജുകളിൽ സർക്കാർ അത് കൊടുക്കും. പക്ഷേ ഞങ്ങൾ ഒരുപാട് മുമ്പോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഈ വംശീയത നിലനിൽക്കുന്നു. ഒന്നാമത് ഈ അടിസ്ഥാന സൗകര്യം, കോളനി എന്നുള്ള ഈ ഒരു സ്പേസ് ഞങ്ങളെ ഈ ഒരു വിളിയും ഈ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റണം. അതാണ് ആദ്യത്തെ പരിഹാരം. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചും കൂടെ ഞങ്ങൾക്ക് ആസ്തിയില്ലാത്ത മനുഷ്യരാണ്. ഞങ്ങൾക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഭവങ്ങളുമില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. റിസർവേഷനിലൂടെ 14 MLA അവിടെ എത്തിക്കഴിഞ്ഞിരുന്നാൽ അവർക്ക് സാമൂഹികപരമായി ഞങ്ങൾക്കൊരു ആക്രമണം നേരിടുമ്പോഴോ അവർക്ക് ശബ്ദിക്കാൻ വോയിസ് ഇല്ല, അതവർക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം പോലും ഇന്നുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരാൾ വംശീയമായി ആക്രമിക്കപ്പെട്ടാലോ കൊല ചെയ്യപ്പെട്ടാലോ അത് ഒരു നിയമസഭയിൽ പോലും അതിനെ സംസാരിക്കുന്നത് MLA പട്ടികജാതി വിഭാഗത്തിലുള്ള MLA അതിനെതിരെ 2 വാക്ക് സംസാരിക്കാൻ ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ അവസ്ഥയൊക്കെ മാറണം. സ്വതന്ത്രമായിട്ട് ഇടപഴകാനും ഞങ്ങൾ തുല്യതയാണ് ചോദിക്കുന്നത്, ആ തുല്യത ഞങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എത്ര മുന്നോട്ട് വന്നാലും ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് മാഡം പറയുന്നത്. അത് ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, സർക്കാർ കൊടുത്ത ഒരു ഭൂമിയല്ല, ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ സ്വന്തം പൈസയ്ക്ക് ഒരു തിരുവനന്തപുരം സിറ്റിയിൽ ഒരു നല്ലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങുകയും അയാളൊക്കെ നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി ചെയ്യുന്നു, ഭാര്യയ്ക്കും നല്ല ഉദ്യോഗമുണ്ട്, സമൂഹത്തിൽ എന്തുകൊണ്ടും ഒരു നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു 5 സെൻറ്റ് ഭൂമി ഒരു സ്ഥലത്ത് വാങ്ങിയപ്പോൾ അതിനുശേഷം ഈ ജനറൽ കാറ്റഗറിയിലുള്ള 1-2 പേര് തൊട്ടടുത്തടുത്ത് വീട് വെച്ചു. ഈ വീട് വെക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട് വെച്ചതിന് ശേഷം മലിനജലം അവരുടെ ഫ്രണ്ടിലൂടെ ഒഴുക്കുക, കാറ് മറ്റു വണ്ടികൾക്ക് ഇവരുടെ വീട്ടിലോട്ട് വരാൻ സാധിക്കാത്ത രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യുക, എന്തിന് നമ്മുടെ ഡ്രെയിനേജ് വെള്ളം പോലും ആരും ഇല്ലാത്ത സമയത്ത് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഭാഗത്ത് സ്മെല്ല് വരാവുന്ന രീതിയിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇതെല്ലാം അപ്പോഴേ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിക്കുകയും പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും, പോലീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീടിനകത്തല്ലല്ലോ ഒഴിച്ചത്, തൊട്ടപ്പുറത്തല്ലേ ഒഴിച്ചത്, അതിനെന്താ കുഴപ്പം, മര്യാദയ്ക്ക് ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് അയാളെ വിരട്ടുകയാണ് ഉണ്ടായത്. അപ്പം പോലീസ്, നമ്മളുടെ നിയമം സംരക്ഷിക്കേണ്ട ആളുകൾ പോലും അതിനൊരു സപ്പോർട്ടില്ല. എനിക്ക് തോന്നുന്നു SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഇതൊരു 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നിട്ട് അത് സംരക്ഷിക്കേണ്ട പോലീസ് പോലും ചെയ്യാതെ വരുമ്പോൾ, പക്ഷേ ഇതിനൊക്കെ ഫർദർ മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ SC/ST കോടതി എല്ലാ ജില്ലകളിലും SC/ST കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും അതാത് കോടതിയുണ്ട്. ആ കോടതിയിൽ ഡയറക്റ്റ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ജില്ലാ കോടതി കൺസേൺഡ് അതായത് DYSP റാങ്കിലുള്ള ഒരാളാണ് ഇത് അന്വേഷിക്കേണ്ടത്, അവർക്കത് ഫോർവേഡ് ചെയ്യുകയും
ആ രീതിയിൽ കേസ് പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ കൺസേൺഡ് പോലീസുകാർ ഇത് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റ് മാർഗങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് സാമ്പത്തികമുള്ള ഒരാളായതുകൊണ്ട് അവർക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റി. സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗത്തിലുള്ള സ്ത്രീക്കോ പുരുഷനോ സൗജന്യ നിയമസഹായം ലഭിക്കും. പക്ഷേ ജനറൽ കാറ്റഗറി ആണെങ്കിൽ വരുമാനം നോക്കിയിട്ടേ പറ്റത്തുള്ളൂ. എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണ്. പക്ഷേ പുരുഷനാണെങ്കിൽ വരുമാനം നോക്കിയിട്ടാണ് അവിടെ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നത്. പക്ഷേ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും അവിടെ സൗജന്യമായിട്ടുള്ള നിയമസഹായം. എനിക്ക് തോന്നുന്നു ദിശയുടെ ഉദ്ദേശവും അത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ദീപക് സാറിന് അറിയായിരിക്കും, പലപ്പോഴും വക്കീലിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഫീസ് ഉണ്ടാവാം. ചിലപ്പോൾ കോടതിയുടെ ചിലപ്പോൾ കൂടുതൽ ഫീസും വരാം. ചിലപ്പോൾ കോടതിയുടേതായിട്ടുള്ള ഒരു ഔപചാരികതയൊക്കെ നമ്മളൊന്ന് ഫുൾഫിൽ ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തികം വരാം. ചിലപ്പോൾ ചില ജനങ്ങൾ പേടിച്ചിട്ട് പോലും പോലീസിനെ സമീപിക്കുന്നില്ല, അല്ലെങ്കിൽ കോടതി സമീപിക്കാത്ത അവസ്ഥയുണ്ട്. അവിടെയാണ് ശരിക്കും ദിശയുടെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. देश भर के 300 से भी अधिक संविधान सभा के सदस्यों की अथक परिश्रम और जोरदार मंथन के बाद भारत के लोगों ने स्वयं को अमृत कलश के रूप में दिया एक नायाब उपहार, संविधान। गर्व है हमें अपने संविधान पर, जो हमें प्रकाश और आगे बढ़ने की प्रेरणा प्रदान करता है। स्वतंत्रता की 75 साल की गौरवपूर्ण यात्रा हमने इसकी मदद से पूरी की। समय समय पर जरूरत के अनुसार इसे और बेहतर किया। वंचितों तक इसकी पहुंच को और आसान बनाने को प्रतिबद्ध हैं हम। इसलिए लोकतंत्र के 75वें वर्ष में पूरे वर्ष हम करेंगे संविधान समर्पित। सबको न्याय, हर घर न्याय, नव भारत नव संकल्प, विधि जागृति जैसे विविध अभियानों का आयोजन संविधान में लिखी समानता, कर्तव्य और अधिकारों के आधार पर ही हम संकल्प से सिद्धि की मंजिल भी हासिल करेंगे। हमारा संविधान, हमारा सम्मान। ഒരു വക്കീലിനെ പോയി കാണണമെങ്കിൽ ആരും ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കില്ല. പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാതെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു വക്കീലിനെ, അതപ്പോൾ നമുക്ക് വക്കീലിനൊപ്പം ഒരുപാട് വക്കീലന്മാരുണ്ട്, ഇതിൽ ആരാണ് നല്ല രീതിയിൽ നമ്മൾ ഉപദേശിക്കുന്നതെന്ന് പോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഈ ടെലി ലോ എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ട്, അതായത് അക്ഷയ കേന്ദ്ര പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എനിക്കൊരു നിയമോപദേശം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവരുടെ നമ്പർ അവർക്ക് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവരൊരു പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് ഡിസ്കസ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഇവരെ നേരിട്ട് വിളിക്കുകയോ ഇവരെ അങ്ങോട്ട് വിളിക്കുകയോ ടൈം കൊടുക്കുകയോ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ന്യായബന്ധു എന്ന് പറയുന്നത്. ന്യായബന്ധു എന്ന് പറയുന്നത് ഉപദേശം മാത്രമല്ല, നമ്മുടെ എന്ത് പ്രശ്നമാണെന്നുള്ളത് അതൊരു പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്പാണ്. അത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അവിടെ രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ച് ഫ്രീ ആയിട്ട് അഡ്വക്കേറ്റ്സിനെ ഇവരുടെ കോടതിയിൽ കേസ് നടത്താനായിട്ട് ഇവരെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 2 ആപ്പുകളാണ് ഇപ്പോൾ. കൂടുതൽ നമുക്കതിലേക്ക് കൂടുതൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബോധവൽക്കരണത്തിനായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ബോധവൽക്കരണം ശരിക്കും സമൂഹത്തിനേക്കാളും പോലീസ് സേനയിൽ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ 60% പോലീസുകാർ ജെന്യൂനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരു നീതിയുടെ വഴിക്ക് നിൽക്കുന്നവരുമാണ്. അല്ലാത്തൊരു 40% വിഭാഗമുണ്ട്. അവർ ചിലപ്പം പൊളിറ്റിക്കലി അഡിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനത്തിന് കീഴ്പ്പെട്ട് പോകുന്നവർ. അവരാണ് ഈ പ്രോപ്പറായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാതെ മറ്റുള്ളവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തല്ലിയാലും കുഴപ്പമില്ല. അത് വലിയൊരു ലെസണാണ്. ഇത് അനാവശ്യമായിട്ട് ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നീ നേരെ ജയിലിൽ പോകും. ഒരു ദിവസം പോയി ജയിലിൽ കിടക്കുമ്പോൾ അവൻ പഠിക്കും. പക്ഷെ അതിനുള്ള അതാണ് കറക്റ്റായിട്ട് ആ നിയമ സംവിധാനം ഇവിടെ പ്രോപ്പറായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയും. ഇപ്പോൾ പണ്ടൊക്കെ ആയിട്ട് ഞാൻ 2010 എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് അന്ന് 1037 റേപ്പ് കേസുകൾ ഒരുമിച്ച് പോലീസുമായിട്ട് പോയിട്ട് ഒരു സർക്കാരിൻ്റെ സംഘടനകളും പോലീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് 1037 കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം സപ്പോർട്ട് ചെയ്തു പോലീസുകാരെ. അപ്പോൾ DGP ഒരു പോലീസ് സംഘത്തെ തന്നെ
തന്നെ നമ്മൾ കൂടെ തന്നു. ഞങ്ങൾ ഓരോ കോളനികളിലും പോയി ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തു. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ ഉപദ്രവിക്കുന്നത്, റേപ്പ് ചെയ്യപ്പെട്ട അങ്ങനത്തെ വിക്ടിംസിനൊക്കെ നമ്മൾ അട്രോസിറ്റി ആയിട്ട് അറസ്റ്റ് ചെയ്തു. 2013 പോക്സോ നിയമം വരുന്നത്. അതിൽ പിന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയി. ഇപ്പോൾ വന്ന് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ കുറച്ച് നമുക്ക് പോലീസ് സപ്പോർട്ട് കൊണ്ട് കുറേ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ മുതിർന്നവർക്ക് നേരെയുള്ള ഈ എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ സ്കൂളിൽ പോയ കുട്ടികൾ വിവേചനം നേരിടുന്നുണ്ട്. സ്കൂളിൽ പോയപ്പോൾ ഞാൻ പട്ടികജാതി വിഭാഗത്തിലുള്ള അച്ഛനില്ലാത്തൊരു കുട്ടി അമ്മയുമില്ല. അപ്പം നമ്മൾ ആരെങ്കിലും എന്നെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഞങ്ങൾ സംഘടനകളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നല്ല ഡ്രസ്സ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും, നല്ല ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു കുഞ്ഞിനെ സ്കൂളിൽ വെച്ചിട്ട് HM പറഞ്ഞു, അവർക്ക് സംശയമാണ് അച്ഛനില്ലാത്ത കുട്ടി എങ്ങനെ ബ്രാൻഡഡ് ഫാബിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു, എങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു. ആ കുഞ്ഞിനെ അതുപോലെ അപമാനിച്ചു കളഞ്ഞു. അത് ഈ മോഡൽ എക്സാം നടക്കുന്ന സമയത്താണ്. തകർന്ന തരിപ്പണായിപ്പോയി. അതാണ് പറയുന്നത്. അത് ഈ അധ്യാപകർ കൂടെയാണ് കുട്ടികൾ ഒരുപാട് സമയം ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം പൊതു ഇടങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർക്കും ആൾക്കാരുമായിട്ട് ഇടപഴകുന്നവർക്കൊക്കെ ഒരു പൊതുബോധം കൊടുക്കുന്നതിൽ നമ്മൾ വലിയ തോൽവിയാണ് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ദിശ പോലെയുള്ള സ്കീം എന്ന് പറയുന്നത് തന്നെ ആ ബോധവൽക്കരണത്തിനുള്ള ഒരു നല്ലൊരു നടപടിയാണ്. കാരണം എന്തൊക്കെ നിയമോപദേശങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു ആംബിറ്റിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പോലീസ് ഒരു കേസ് എടുത്തില്ലെങ്കിൽ തന്നെ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരാൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ടെലി നിയമങ്ങളിലേക്കോ അല്ലെങ്കിൽ ന്യായബന്ധുവിലേക്കോ പോയാൽ ഒരു എഫേർട്ട് ഇടുന്നിടത്ത് ഞങ്ങൾ 10 എഫേർട്ട് ഇടേണ്ടി വരും. അതാണ് ഇപ്പോൾ ഒരു ദളിത് സ്ത്രീ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾ നേരിടുന്നതിൻ്റെ ഇരട്ടിയാണ് ഞങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. അതിനൊക്കെയാണ് ഞങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ. സാർ, ഇപ്പോൾ നിയമത്തിൻ്റെ ഒരു ലീഗൽ ഒരു ആംബിറ്റിൽ നിന്നുകൊണ്ട് ഇവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് സാർ? അവകാശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അവർ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചാൽ, ജാതി വെച്ചിട്ട് കളിയാക്കിയാൽ, ഇതിനെല്ലാം SC അട്രോസിറ്റി ആക്ട് പ്രകാരം സെക്ഷൻ 3(2) പ്രകാരമെല്ലാം ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ പോലീസ് ഇത് കേസ് എടുത്തില്ലെങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥനെതിരെയും കേസെടുക്കാനുള്ള വകുപ്പിൽ ഇതിലുണ്ട്. പക്ഷേ ഇതൊന്നും എഫക്റ്റീവായിട്ട് അത്രത്തോളം വരുന്നില്ല. ഉദാഹരണത്തിന് പോക്സോ കേസ് വളരെ സ്ട്രോങ് ആയിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുമാതിരി ഒരു സ്ട്രോങ്നെസ് ഈ SC അട്രോസിറ്റി ആക്ടിലും വരണം. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ സാർ. ഇപ്പോൾ ഈ പോക്സോ കേസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടാണെന്ന് തോന്നുന്നു ഈ പോക്സോ കേസുകളെ കുറിച്ചുള്ള അവയർനെസ് വളരെയധികം കൂടി. അതിന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു പ്രഷർ വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബോധവൽക്കരണത്തിൽ കുറച്ചും കൂടെ ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള കുറച്ച് ബോധവൽക്കരണം അല്ലെ കുറച്ചും കൂടെ ആവാം. കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പോളറൈസേഷൻ സംഭവിക്കാറുണ്ട്. മാഡം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കമൻ്റായിട്ട് വരുന്നത് വളരെ പോളറൈസ്ഡ് ആയിട്ടാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയാണ്. കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലുകളിലായിരുന്നു. പണ്ടൊക്കെ 2010 വരെ ഈ ദളിത് ആദിവാസി മേഖലയുടെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. ഞങ്ങൾ അവർക്ക് 1000 കോടി കൊടുത്തു, ഞങ്ങൾ 2000 കോടി കൊടുത്തു, ഇതായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ ഇറങ്ങിയ സ്ഥലത്ത് ദൂരദർശനാണ് എനിക്ക് ആദ്യത്തെ സ്പേസ് തരുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ എൻ്റെ ഇവിടെയായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ 7000-ലധികം കോളനികൾ കവർ ചെയ്തു. അത് അത്രയും കോളനികളിൽ പോയി ഞങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തോടും സ്റ്റേറ്റിനോടും മന്ത്രിയോടും ഒക്കെ നേരിട്ട് പറയാനുള്ള വലിയൊരു സ്പേസ് കിട്ടി. അതിൽ തന്നെ പിന്നീട് ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇപ്പം ഞാനും ദീപക്കും എല്ലാം ഞങ്ങളൊരു സ്പേസ് ഉപയോഗിക്കുകയാണ്. എന്നുവെച്ചാൽ അത് അങ്ങനെയാണ്, അങ്ങനെ കയറിയാണ് മീഡിയ പോലും ഞങ്ങൾക്ക് അനുകൂലമായത്. चाचा प्रणाम। प्रणाम। चाचा ड्यूटी जा रहे हैं, बिटिया का ध्यान रखिएगा। ठीक है, कोई बात नहीं। आपकी बेटी हमारी बेटी। जाओ बिटिया। ओए होए कहाँ चली? मेरा नाम गीता है। मैं छेड़छाड़ से परेशान हूँ, मेरी मदद कीजिए।
भारत में कई ऐसे कानून हैं जो महिलाओं एवं बच्चों के सशक्तिकरण एवं संरक्षण के लिए बनाए गए हैं। अगर आपको और सहायता की जरूरत है तो कानूनी सलाह के लिए लीगल एडवाइस को चुनें और कोर्ट में वकील के प्रतिनिधित्व के लिए लीगल असिस्टेंस पर क्लिक करें। अगर आपको अब भी किसी मानवीय सहायता की जरूरत है तो आप हमारे इस टेली फैसिलिटेशन सर्विस के तहत IVRS बेस्ड हेल्पलाइन सॉल्यूशन को चुन सकती हैं। इसके लिए आप 14454 डायल करें। धन्यवाद। नमस्कार, मैं आशीष आपकी किस तरह से सहायता कर सकता हूँ? मेरा नाम गीता है। मैं छेड़छाड़ से बहुत परेशान हूँ, मेरी मदद कीजिए। आपके मामले को देखते हुए आपकी बात अपने काउंसलर से कराता हूँ। आप अपनी बात इनसे खुलकर कहिए, इससे आप अपने आप में आत्मविश्वास महसूस करेंगी। इसके पश्चात मैं आपको लॉयर से कनेक्ट करा दूंगा। लोगों तक न्याय की पहुंच को और आसान करने के लिए न्याय विभाग भारत सरकार की पेशकश न्याय सेतु, एकदम गोपनीय और सुरक्षित माध्यम जिसे समाज के सभी वर्गों के साथ साथ खास तौर पर दिव्यांगों, महिलाओं, बच्चों और वरिष्ठ नागरिकों सहित सभी जरूरतमंदों को ध्यान में रखकर डिजाइन किया गया है। न्याय सेतु एक ऐसा प्लेटफॉर्म जहां कानूनी जानकारी, टेली लॉ और न्याय बंधु की सभी सेवाओं का है समागम। न्याय सेतु, सभी होंगे अब और सशक्त। न्याय पाने की राह अब होगी आसान। ഞാനൊരു അഡ്വക്കേറ്റാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഞാൻ എപ്പോഴും റിസർച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ടെലി ലായെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യായ ബന്ധുവിനെ കുറിച്ചും ഞാൻ അറിഞ്ഞിട്ട് അധികം നാളായില്ല. ഞാനിപ്പോഴാണ് അറിയുന്നത്. 3 years ആയിട്ട് ഇത് നിലവിലുണ്ട്. അതെ, പക്ഷേ ഇത് 2021 മുതൽ 2026 വരെ ഇപ്പോൾ എക്സ്റ്റെൻഡും ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ മീഡിയസ് വൻ രീതിയിൽ പരസ്യം ചെയ്യണം. ഉദാഹരണത്തിന് 30 ലക്ഷത്തിൻ്റെ MB ഫണ്ട് ഉപയോഗിച്ച ബസ് സ്റ്റാൻഡ് എന്നൊക്കെ എഴുതി വെക്കുന്ന പോലെ എല്ലായിടത്തും ഫ്ലെക്സ് വരട്ടെ. നിയമസാക്ഷരത വരട്ടെ. അതെ, നിയമം അറിയുന്ന കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുന്നത് എന്തിനാണ്? അത് എല്ലാവരും അറിയട്ടെ. അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റേറ്റിൽ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പം SC/ST വിഭാഗത്തിൽ നിന്ന് കുട്ടികളെ കൂടുതൽ നിയമ പഠനത്തിനേക്ക് വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവന്നു. വക്കീലായാലും ഞങ്ങൾക്ക് വക്കീലായിട്ട് അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്ത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം ഞങ്ങൾക്ക് പരിശീലനത്തിന് 25,000 രൂപ തന്നുകൊണ്ട് 3 വർഷം ഞങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളവരാക്കി എടുക്കാനുള്ള ഒരു പ്രോഗ്രാം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഓഫീസിടാനുള്ള ഒരു ഇതും നമുക്ക് ഫണ്ട് തരുന്നുണ്ട്. സർ, ചുരുക്കത്തിൽ 1 മിനിറ്റിൽ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പ്രേക്ഷകരോട്. അല്ല, ഗവൺമെൻറ് നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ശരിക്ക് ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരു മിഷനറി നിങ്ങൾക്ക് ആ ഒരു അവകാശം തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മിഷനറി നിങ്ങൾക്കത് തുറന്നു വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. മാഡം, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിലേക്ക് എല്ലാ മനുഷ്യരും എത്തണം എന്നുള്ളത് തന്നെയാണ് എനിക്കും സമൂഹത്തോട് പറയാനുള്ളത്. മാത്രമല്ല, എല്ലാ മനുഷ്യനും തുല്യനീതി അർഹിക്കുന്നു. അപ്പോൾ അത് കൊടുക്കാനും പൊതുസമൂഹം തയ്യാറാവണം. അതാകുമ്പോഴേ നമ്മൾ ചുരുങ്ങിയ കാലം ജീവിക്കുന്നവരാണ്. നമ്മൾ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു എന്താ പറയണ്ടേ മാതൃക. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യനായി ജീവിക്കുക, എല്ലാവർക്കും സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ പരിപാടിയിൽ എത്തിച്ചേർന്നതിൽ 2 പേർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ദിശ, പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്.